ഹായ് നമസ്കാരം. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് വേണ്ടിയിട്ടൊരു ടേബിൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ടേബിളിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് കിച്ചൺ ടേബിളിനുള്ള ഫ്രെയിം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലിടാനായിട്ട് നമുക്ക് ഗ്ലാസ് കിച്ചണൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഗ്ലാസ് എന്തായാലും പറ്റില്ല. അപ്പോൾ നമുക്ക് ഗ്രാനൈറ്റോ അല്ലെങ്കിൽ മാർബിളോ അങ്ങനത്തെ എന്തെങ്കിലും ആണ് നമ്മൾ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ടൈല് കൊടുക്കുന്ന കടയിൽ നിന്ന് തപ്പിയെടുത്തതാണ് ഈ ഒരു മുതലെന്ന് പറയുന്നത്. ഇത് എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അറിയില്ല. ബില്ലിൽ അവർ എഴുതിയിരുന്നത് വിട്രിഫൈഡ് ടൈൽ എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡാമേജും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മളെ ടേബിൾ ഫ്രെയിമിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ടേബിൾ ഫ്രെയിമിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പീസ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് നോക്കിയിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് വാങ്ങിയ ഷോപ്പിൽ എന്തായാലും കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥലം നമ്മുടെ പരിസരത്തോടെ ഇല്ല എന്നാണ് മനസ്സിലാക്കിയത്. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് ഇതേപോലെ ടൈലിൻ്റെ അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്ന ഏതെങ്കിലും വീടുകളിൽ കൊണ്ടുപോയിട്ട് ഇത് അവരെ കൊണ്ട് പണിക്കാരെ കൊണ്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതും പോസിബിൾ അല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ നേരെ അതെടുത്തിട്ട് വീട്ടിലേക്ക് പോന്നു. നമ്മൾ തന്നെ ഗ്രൈൻഡർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമ്മൾ ഗ്രൈൻഡർ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു ഹാൻഡ് ഗ്രൈൻഡർ വേണം. അതേപോലെ തന്നെ നമുക്ക് കട്ടിംഗ് വീലുകൾ വേണം. കട്ടിംഗ് വീലുകൾ നമ്മൾ ടൂൾസിൻ്റെ ഷോപ്പിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീലുകൾ കിട്ടും. നാനോ വൈറ്റ് കട്ട് ചെയ്യുന്ന ബ്ലേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലേഡ് കിട്ടും. അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്, 200-250 രൂപേൻ്റെ അടിയിലായിട്ട് റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡ്ജൊക്കെ ഷാർപ്പായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൈൻഡ് വീല് നിർബന്ധമല്ല, അത്യാവശ്യം റേറ്റ് അതിനും വരുന്നുണ്ട്. നമുക്ക് കട്ടിംഗ് ബ്ലേഡ് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് എഡ്ജ് ഒന്ന് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് പോളിഷ് വീല് ഒരുപാട് എണ്ണം വരുന്നുണ്ട്. 1, 2, 3 അങ്ങനെ ഒരുപാട് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫിനിഷ് ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് ഒരൊറ്റ പോളിഷ് വീല് മാത്രം മതി. 2 നമ്പർ വരുന്ന പോളിഷ് വീലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനും അത്യാവശ്യം 50 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫിനിഷ് വേണോ അതിനനുസരിച്ചുള്ള വീലുകളും കാര്യങ്ങളൊക്കെ വാങ്ങുക. അപ്പോൾ നമ്മൾ ഡാമേജുള്ള പോർഷൻസൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ഭാഗം നമ്മൾ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക ഫസ്റ്റ്. പിന്നെ കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സേഫ്റ്റിയാണ് ഒന്നാമത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് വെച്ചിരിക്കണം. അതായത് ഇതിൻ്റെ ചെറിയ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ പോർഷൻസ് ഇങ്ങനെ തെറിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ സേഫ്റ്റി ഗ്ലാസ് വെച്ചിരിക്കണം. അതേപോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് വെള്ളം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെറിയ പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റിൽ കുറച്ച് ഉയരത്തിൽ വെള്ളം വെച്ചിട്ട് വെച്ചാലും മതി. ഇപ്പോൾ നമ്മൾ പൈപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഓസ് വെച്ചിട്ടാണ് വെള്ളം ചെറിയ രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗ്രൈൻഡറിൻ്റെ അകത്തേക്ക് വെള്ളം പോയി കഴിഞ്ഞാലും അതും നമുക്ക് പണി കിട്ടും. അപ്പോൾ നമ്മൾ അതും സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതേപോലെ കവർ എന്തെങ്കിലും ചുറ്റിയിട്ട് ചെയ്യാം. പക്ഷേ കവർ ചുറ്റുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കണം. ഗ്രൈൻഡറിനകത്ത് നിന്ന് എയർ പോകുന്ന പോർഷൻസിൽ എന്തായാലും ഒരു ഹോൾ വേണം എയർ പുറത്തേക്ക് പോകാനായിട്ട്. പിന്നെ വീലുമ്മേ ഒരിക്കലും ആ കവർ തട്ടാത്ത രൂപത്തിലാണ് നമ്മൾ പിടിക്കാനായിട്ട്. അങ്ങനെ തട്ടിക്കഴിഞ്ഞാലും പണി കിട്ടും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യുക, സ്വന്തം റിസ്കിൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രോപ്പർ വേ ആണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്തായാലും ഈ ഒരു കേസിൽ നമുക്ക് നമ്മുടെ കാര്യം നടന്നിട്ടുണ്ട് സേഫായിട്ട് തന്നെ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതും. അപ്പോൾ നമ്മുടെ കട്ടിങ് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 4 സൈഡ് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം ഗ്രൈൻഡിങ് വീലായിട്ട്. കട്ടിങ് വീലായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ 4 സൈഡിൽ നമ്മൾ ഇതേപോലെ ഒരു 1/2 സെൻറ്റിമീറ്റർ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെൻസിലായിട്ട്. അപ്പോൾ നമ്മൾ പെൻസിലായിട്ട് മാർക്ക് ചെയ്ത പോർഷൻ വരെ നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സമയം എടുക്കും. ഒരുപാട് സമയം എടുത്തിട്ട് നമുക്ക് പതിയെ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര സമയം എടുത്ത് നമ്മൾ ആക്കും പോലെ ചെയ്യുന്നോ അത്രയും ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 4 സൈഡും ഏകദേശം ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോളിഷ് വീലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യും കൂടി ചെയ്യാം.
അപ്പോൾ കട്ടിങ്ങിനെക്കാട്ടിലും ഒരുപാട് സമയം എടുക്കും പോളിഷ് ചെയ്യാനെന്ന് പറഞ്ഞാൽ. പോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം സമയമെടുത്ത് ചെയ്യുന്നോ അത്രയും ഫിനിഷിങ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം അത്യാവശ്യം നമുക്ക് വേണ്ട ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ ടേബിളുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഒരു ടേബിൾ ഫ്രെയിമൊക്കെ ആവശ്യമുള്ള ഒരു ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ടൈൽസിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.